ഹലോ. ഇന്ന് നമുക്ക് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ എന്തായാലും സംസാരിക്കണം അങ്ങനെയുള്ള ഒരു കാര്യം. സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഹൈവേനെ പറ്റിയിട്ട് പാലക്കാട് ടു കോയമ്പത്തൂരുള്ള നാഷണൽ ഹൈവേ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഈ ഭാഗത്തുള്ളവർക്ക് നല്ലോണം അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ എല്ലാവരും അതായത് സാധാരണ ഒരു കാറിൽ അവിടെ എത്താനായിട്ട് അതായത് ഇവിടെ നിന്ന് ചന്ദ്രനഗർ വരെയുള്ള ഏരിയ പാലക്കാട് ടൗൺ അല്ല ഞാൻ പറയുന്നത്, ടൗണിന് തൊട്ട് മുമ്പുള്ള ഒരു ഏരിയയിലോട്ട് എത്താൻ വേണ്ട സമയം ½ ആണെങ്കിൽ ഇപ്പം അത് ബ്ലോക്ക് കൊണ്ട് 1 അവർ അല്ലെങ്കിൽ അതിന് മീതെ വരെ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മനസ്സിലായല്ലോ? സോ നമ്മൾ എന്തായാലും ഇന്ന് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 4 സിഗ്നലുകളാണ് ഇതിൻ്റെ ഇടയിലുള്ളത്, പിന്നെ ഒരു ടോളും ഉണ്ട്. ഈ ഒരു 4 സിഗ്നൽ കടന്നിട്ടാണ് നമ്മൾ അടുത്ത സിഗ്നൽ പോയിന്റ്, അതായത് പാലക്കാടാണോ തൃശ്ശൂരാണോ നമ്മൾ, അതായത് തൃശ്ശൂരാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് പോകാം, പാലക്കാടാണെങ്കിൽ നമുക്ക് റൈറ്റ് എടുത്ത് പോകാമെന്നുള്ളൊരു ഡൈവേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ആ ഒരു ഏരിയയിൽ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പോയിന്റിൽ ഓൾറെഡി കുറച്ച് നാളായിട്ടൊരു ഫ്ലൈ ഓവറിൻ്റെ സംബന്ധമായിട്ടുള്ള പണികൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിലോട്ടുള്ള ട്രാവലിങ് ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ തൃശ്ശൂരിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് നേരിട്ട് ആ ഫ്ലൈ ഓവർ ത്രൂ പോകാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു 4 സിഗ്നലുകളും ആദ്യം ഒരു സിഗ്നലിലായിരുന്നു, പിന്നെ അത് സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ ആകെ ഒരൊറ്റ ഇന്നലെ ഈവനിങ് വരെ ഒരൊറ്റ സിഗ്നൽ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ബാക്കി എല്ലാതും ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ പറയുകയാണെങ്കിൽ സിഗ്നലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു 100 മീറ്റർ ഏരിയ ആണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പോലെ ഡൈവേർഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത സിഗ്നൽ വരെ നമുക്ക് ഹൈവേയിൽ അടിപൊളിയായിട്ട് പോകാം. പിന്നെ അടുത്ത സിഗ്നൽ എത്തുമ്പോൾ വീണ്ടും ഇതേ സെയിം പ്രൊസീജിയർ, ഓക്കെ, ഈ പറയുന്ന ഡൈവേർഷൻ. അപ്പോൾ ഇതെല്ലാം മെയിൻ്റനൻസിന്റെ ഭാഗമാണ്, നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാനും റെഡിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഇന്നലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു ആംബുലൻസ് നമ്മുടെ ബാക്ക്, നമുക്ക് എവിടെ നിന്നാണ് സൗണ്ട് എന്ന് പോലും മനസ്സിലാവും. നമ്മളൊരു ബ്ലോക്കിൽ വെട്ടിയെടുക്കുകയാണ്. അതായത് ഹൈവേൻ്റെ 2 ലൈൻ ഉണ്ട്. സോ അതിൽ ഒരു ലൈനിൽ കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടിപ്പുറത്തൂടെ ഒരു അപ്പുറത്തുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കാറിനോ അല്ലെങ്കിൽ ഒരു ബസ്സിനോ, കാറിനല്ല ഞാൻ പറയുന്നത്, ഒരു ബസ്സിനൊക്കെ പോകാനുള്ളൊരു വഴിയേ ഉള്ളൂ. അല്ലാതെ ബൈക്കുകാർക്കൊന്നും ഇടയിൽ കൂടെ ഇങ്ങനെ, അതായത് അവർക്ക് കയറ്റി എടുത്തുകൊണ്ട് പോകാനുള്ള ഗ്യാപ്പൊന്നും ഒരുപാടില്ല. അപ്പോൾ ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കാണ്. അപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവും. നമുക്ക് എങ്ങോട്ടേക്ക് ഒതുക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി, ബാക്കിൽ വണ്ടി, സൈഡിലോട്ട് എടുക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് ഡിവൈഡറാണ്. സോ നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്, ഓക്കെ ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അല്ല, ഫ്രണ്ടിൽ നിന്നല്ല വരുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് ബാക്കിൽ നിന്നാണ് വരുന്നത്. ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ്, ഇത് ഏകദേശം ഞാൻ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ചന്ദ്രനഗർ എത്തുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡൈവേർഷൻ പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുന്ന, അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആംബുലൻസിനെ കാണുന്നുള്ളൂ. അതായത് അത്ര നേരം ആംബുലൻസ് നമ്മൾ ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു. പിന്നെ ആ ഹൈവേൻ്റെ കുറച്ച് ഏരിയയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ ഹൈവേന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ഏരിയ എത്തുമ്പോഴാണ് നമ്മൾ ആംബുലൻസിനെ കാണുന്നത് തന്നെ. അപ്പം അത്രയും നേരം ആംബുലൻസിന് അവിടെ കടക്കാൻ പറ്റാത്ത നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സെക്ഷൻ 27 ഓഫ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 പ്രകാരം അടിയന്തര വാഹനങ്ങൾ, അതായത് നമ്മൾ ഈ പറയുന്ന എമർജൻസി വെഹിക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫയർഫോഴ്സ് ആണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും റോഡിലൂടെ യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് എന്താണ്, മാൻഡേറ്ററി ആണ്. ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരും പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും കൂടി ചേർന്ന് ഇത്തരത്തിലുള്ള ഡൈവേർഷൻ പോയിന്റിൽ ട്രാഫിക് മാർഷൽമാരെ കമ്പൽസറി ആയിട്ട് നിയമിക്കേണ്ടത് മാൻഡേറ്ററി ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള എമർജൻസി വെഹിക്കിൾ, ബിക്കോസ് ഈ ഒരു റൂട്ടിൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഹോസ്പിറ്റൽസോ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വികസനം എന്ന് പറയുന്നത് നമുക്കൊരു പാർട്ട് തന്നെയാണ്, പക്ഷെ അതൊരിക്കലും ഒരാളുടെ ജീവനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എനിവേ, ഖുൾഗുരു ശുക്രിയ.